എല്ലാ അധ്യാപക വിദ്യാർത്ഥികൾക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം സിദ്ധാന്തവും പ്രയോഗവും പേപ്പർ 101 യൂണിറ്റ് 1 വിദ്യാഭ്യാസ മനഃശാസ്ത്രം കാഴ്ചപ്പാടും പ്രയോഗവും. ഒന്നാമത്തെ യൂണിറ്റിൽ വളരെ പ്രധാനപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മനഃശാസ്ത്ര ഗവേഷണ ഉപാധികൾ രീതികൾ എന്നുള്ള ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗത്ത് നിന്നും 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ സാധ്യതയുള്ളത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. മനഃശാസ്ത്ര ഗവേഷണ ഉപാധികൾ രീതികൾ, അതിലൊന്നാമത് ആത്മനിഷ്ഠ രീതി. ആത്മനിഷ്ഠ രീതി കൊണ്ടുവന്നത് വില്യം വൂണ്ട്. ഇപ്പോൾ ചോദ്യം വരാം, 1 വേർഡ് ടൈപ്പിൽ വരുന്നതാണ്. ആത്മനിഷ്ഠ രീതി കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ വില്യം വൂണ്ട്. എന്നാൽ ഈ ആത്മനിഷ്ഠ രീതി ശാസ്ത്രീയവും കൃത്യവുമാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ടിച്ചനറാണ് പറയേണ്ടത്. ഓക്കെ, ആത്മനിഷ്ഠ രീതി ശാസ്ത്രീയവും കൃത്യവുമാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ടിച്ചനറാണ് കേട്ടോ. എന്താണ് ആത്മനിഷ്ഠ രീതി? സ്വന്തം മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കുക, സ്വന്തം മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കുക എന്നുള്ളതാണ് ആത്മനിഷ്ഠ രീതി. അപ്പോൾ ഇത് എല്ലാവരിലും പ്രാവർത്തികമല്ല അല്ലേ? അപ്പോൾ അസാധാരണ മാനസിക അവസ്ഥകൾ ഉള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ കുട്ടികൾ, അവർക്കൊന്നും തന്നെ ഈ രീതി പ്രായോഗികമാവില്ല എന്നുള്ളതാണ്. മുതിർന്നവരാണെങ്കിൽ ഓക്കെ, നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് നോക്കിയിട്ട് നമ്മളെ വിലയിരുത്താനായിട്ട് സാധിക്കും. പക്ഷേ കുട്ടികളോ അല്ലെങ്കിൽ മാനസിക അവസ്ഥകളുള്ളവർക്കോ ആണെങ്കിൽ ഈ ഒരു ആത്മനിഷ്ഠ രീതി പ്രായോഗികമാവുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, 1 വേർഡ് ടൈപ്പിലായിരിക്കും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്തത് നിരീക്ഷണ രീതി. ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ അല്ലെങ്കിൽ പെരുമാറ്റത്തെ തത്സമയം തന്നെ നേരിട്ട് നിരീക്ഷിക്കുന്ന രീതിയാണ് നിരീക്ഷണ രീതി അല്ലെങ്കിൽ ഒബ്സർവേഷൻ. 2 തരത്തിൽ നിരീക്ഷണ രീതി ഉണ്ട്. ഒന്ന് പരോക്ഷ നിരീക്ഷണവും 2 ഭാഗിത്വ നിരീക്ഷണവും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്തത് പരീക്ഷണ രീതി അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. പരീക്ഷണ രീതി കൊണ്ടുവന്നത് വില്യം വൂണ്ട്. പരീക്ഷണ രീതി കൊണ്ടുവന്നത് വില്യം വൂണ്ട്. ഈ ഭാഗത്ത് നിന്ന് ചോദ്യം ഉറപ്പിക്കാം കേട്ടോ. ഇവിടെ ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചത് ആരാണ് എന്നൊരു ചോദ്യം വരാം. ആരാണ്? വില്യം വൂണ്ട്. ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി എവിടെയാണ് സ്ഥാപിച്ചത് എന്ന് ചോദിക്കാം. ഉത്തരം ജർമ്മനി. അടുത്തത് ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി ജർമ്മനിയിൽ സ്ഥാപിച്ച വർഷം ചോദിക്കാം. ഏത് വർഷമാണ്? 1879. അങ്ങനെ ഈ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായും വരും. അടുത്തത് അഭിമുഖം. അഭിമുഖം അല്ലെങ്കിൽ ഇൻ്റർവ്യൂ. ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി 2 അതിലധികമോ വ്യക്തികൾ നടത്തുന്ന മുഖാമുഖ സംഭാഷണമാണ് അഭിമുഖം. അഭിമുഖത്തെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സുഘടിതം അല്ലെങ്കിൽ സ്ട്രക്ചേർഡ്, സുഘടിതമല്ലാത്തത് അൺസ്ട്രക്ചേർഡ്. നമുക്കറിയാം, സുഘടിതം എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻകൂട്ടി ഒരു ഡേറ്റ് തീരുമാനിച്ച് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന ആൾ കൃത്യമായി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കി ഇൻ്റർവ്യൂ നടത്തുന്നതാണ് സുഘടിതം എന്ന് പറയുന്നത്. സുഘടിതമല്ലാത്തത് എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടത്തുന്ന ഇൻ്റർവ്യൂസ് ആണ് സുഘടിതമല്ലാത്തത് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. അടുത്തത് സർവേ രീതി അല്ലെങ്കിൽ സർവേ മെത്തേഡ്. ഒരു നിർദ്ദിഷ്ട സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന സ്വഭാവക്രമത്തെ പഠിക്കാൻ, അതായത് ഒരു ഗ്രൂപ്പിലുള്ള എന്തെങ്കിലും ഒരു വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? സർവേ രീതി അല്ലെങ്കിൽ സർവേ മെത്തേഡ് നടത്തുന്നത്. ഓക്കെ, ഇനി അടുത്തത് 6ാമത്തത് ക്ലിനിക്കൽ മെത്തേഡ്. ക്ലിനിക്കൽ മെത്തേഡ് കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിക്കാം. ലിറ്റിനർ വിമർ. ക്ലിനിക്കൽ മെത്തേഡ് കൊണ്ടുവന്നത് ആരാണ്? ലിറ്റിനർ വിമർ. എവിടെയാണ് ക്ലിനിക്കൽ മെത്തേഡ് ഉപയോഗിക്കുന്നത്? മനോരോഗബാധിതരായവരുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമാണ് ഈ ഒരു മെത്തേഡ് കൂടുതലും ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ആ ഒരു പോയിൻ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. 7ാമത്തത്
സാമൂഹിക ബന്ധ പരിശോധന അല്ലെങ്കിൽ സോഷ്യോമെട്രിക് ടെക്നിക്സ്. ഇൻറ്റേൺഷിപ്പിന് പോയ സമയത്ത് ഇതൊരു വർക്കായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അല്ലേ. സാമൂഹ്യ ബന്ധ പരിശോധന എന്താണിത്? ഗ്രൂപ്പുകളിൽ ഒരു വ്യക്തിയുടെ സാമൂഹ്യ ബന്ധത്തിൻ്റെ അളവ് നിശ്ചയിക്കാനായിട്ട് അല്ലേ. അതേപോലെ തന്നെ ഒരാളുടെ സ്വീകാര്യതയും അയാളോടുള്ള വിമുഖതയും, അതായത് അയാളോട് ഒരു വ്യക്തിയോട് എത്രത്തോളം മറ്റുള്ളവർക്ക് താല്പര്യമുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം വിമുഖതയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാമൂഹിക ബന്ധ പരിശോധന അല്ലെങ്കിൽ സോഷ്യോമെട്രിക് ടെക്നിക്സ് ഉപയോഗിക്കാം. അപ്പോൾ ഈ സോഷ്യോമെട്രിക് ടെക്നിക്സ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? സ്റ്റാർസ് ആരൊക്കെയാണെന്ന് അറിയാൻ പറ്റും അല്ലേ. താരങ്ങൾ ആരൊക്കെയാണെന്ന് അറിയാം. ഏറ്റവും കൂടുതൽ വ്യക്തികളാൽ നിർദ്ദേശിക്കപ്പെടുന്ന ആളുകളാണ് സ്റ്റാർസ് എന്ന് പറയുന്നത് അല്ലേ. ഇനി അടുത്തത് ദ്വന്ദ്വങ്ങൾ അല്ലെങ്കിൽ ട്വിൻസ്. ട്വിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്വന്ദ്വങ്ങൾ അല്ലെങ്കിൽ ട്വിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഒന്നാമത്തെ വ്യക്തിക്ക് നാലാമത്തെ വ്യക്തിയോടായിരിക്കും ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത്. അതേപോലെ നാലാമത്തെ വ്യക്തിയുടെ ഫ്രണ്ട് തന്നെ ആരാണ്? ഒന്നാമത്തെ വ്യക്തിയാണ്. ഇങ്ങനെ പരസ്പരം മാത്രം കണക്ഷൻ ഉള്ളതാണ് ദ്വന്ദ്വങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ക്ലിക്കുകൾ എന്താണെന്ന് നോക്കാം. ഇവിടെ ചിത്രത്തിൽ തന്നത് പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ ക്രമ നമ്പർ 6ൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ക്രമ നമ്പർ 7. 7ൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? 2ആണ്. എന്നാൽ 2ൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് 6ആണ്. ഈ ഒരു രീതിയിൽ പോകുന്നതാണ് ക്ലിക്കുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഒരു ചങ്ങല പോലെ പോവുക. ഇപ്പോൾ അരുണിൻ്റെ ഫ്രണ്ട് അമ്മു ആയിരിക്കാം, അമ്മുവിൻ്റെ ഫ്രണ്ട് അച്ചു ആയിരിക്കാം, അച്ചുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ആതിര ആയിരിക്കാം. ഇങ്ങനെ ഒരു മാല പോലെ പോകുന്നതാണ് ഗ്യാങ്ങുകൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഏകാഗികൾ എന്ന് പറയുമ്പോൾ ആരെയും നിർദ്ദേശിക്കാതെയും ആരാലും നിർദ്ദേശിക്കപ്പെടാതെയും ഇരിക്കുന്ന വ്യക്തികൾ, അതായത് ക്ലാസ്സിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ചിലപ്പോൾ കുട്ടികളുണ്ടാവാം. ആരും ഫ്രണ്ട് ആക്കുന്നുണ്ടാവില്ല, ആരോടും മിണ്ടാത്ത കുട്ടികളും ഉണ്ടാവാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ ക്ലാസ്സിലേക്ക് രാവിലെ വരുന്നു, ആ കുട്ടിയുടെ കാര്യം നോക്കിയിരിക്കുന്നു. ഫുൾ സൈലൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവാം. അവരാണ് ഏകാഗികൾ എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ 1-2 പോയിന്റുകൾ കൂടി പറയാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്താം കേട്ടോ. വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നത് കൊണ്ടാണ് ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്